സ്ത്രീഹന്മാർക്ക് അങ്ങനെ ഒരു നൽവരം നൽകപ്പെട്ടിട്ടില്ല എന്നുള്ള വിശദീകരണങ്ങളൊക്കെ ചേർത്താണ് പലപ്പോഴും ഈ വ്യാഖ്യാനങ്ങൾ. ബഹുമാനപ്പെട്ട അച്ഛാ, അത് സത്യം പറഞ്ഞാൽ ഓർത്തഡോക്സ് ദൈവശാസ്ത്രം അല്ലത്. റോമൻ കത്തോലിക്ക ദൈവശാസ്ത്രത്തിന് ആണത്. ഈ പത്രോസാണ് വലുത്, ബാക്കി എല്ലാവരും അതിന് കീഴെ നിൽക്കുന്നു എന്ന് പറയുന്നത് അത് റോമൻ കത്തോലിക്ക സഭയുടെ ദൈവശാസ്ത്രമാണ്. ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകളും റോമൻ കത്തോലിക്ക സഭയും തമ്മിലുള്ള ഡയലോഗ്സ് ഉണ്ടല്ലോ, ആ ഡയലോഗ്സിലൊക്കെ ഇത് കൃത്യമായിട്ട് ചർച്ച ചെയ്യുന്നതാണ്, ധാരാളം പ്രാവശ്യം ചർച്ച ചെയ്യുന്നതാണ്. ആ സമയത്ത് ഓറിയന്റൽ ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ കൂടെ നിൽക്കുന്ന ഒരു വിവാഹമാണ് നമ്മുടെ യാക്കോബായ വിവാഹം എന്ന് പറയുന്നത്. അവരാണ് ഇപ്പോൾ കത്തോലിക്കർ പറയുന്നതിനേക്കാൾ വലിയ ശക്തിയിൽ പത്രോസാണ് ഉറവിടം എന്നൊക്കെ പറയുന്നത്. പത്രോസ് ഉറവിടം എന്ന് പറഞ്ഞാൽ തെറ്റാണ്. പത്രോസും തോമായും ബർത്തലോമായും ബേലിപ്പാസവും നല്ലല്ലോ ഉറവിടം. ഉറവിടം ക്രിസ്തുവാണ്, യേശു ക്രിസ്തുവാണ് ഉറവിടം. ക്രിസ്തുവിന്റെ വേറെ ഉറവിടം എന്ന് പറയണം. നമ്മളെ സംബന്ധിച്ച് ക്രിസ്തു എന്ന ഉറവിടത്തെ കേരളത്തിലേക്ക് കൊണ്ടുവന്ന് പരിശുദ്ധനായ മാർത്തോമാ ശ്ലീഹയാണ്. അപ്പൊ നാച്ചുറലി ഹിസ്റ്റോറിക്കലി വി സ്പീക്ക് അബൌട്ട് സെന്റ് തോമസ്. അതാണ് വിഷയം. തോമസ് ക്രിസ്ത്യൻസ് എന്നുള്ള പേര് വന്നു. അപ്പം നാച്ചുറലി നമ്മൾ പറയേണ്ടത് മാർത്തോമാ ശ്ലീഹയ്ക്കാണ് പ്രാധാന്യം. ഹിസ്റ്റോറിക്കലി, തിയോളജിക്കലി മാർത്തോമാ ശ്ലീഹായും പത്രോസ് ശ്ലീഹായും അന്ത്രയോസ് ശ്ലീഹായും യാക്കോബ് ശ്ലീഹായും എല്ലാവരും തിയോളജിക്കലി അവർ ക്രിസ്തുവിന്റെ ശിഷ്യരായതുകൊണ്ട് അവരുടെ ശ്ലൈഹികത ഈ ഒരു വിഷയത്തിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് ഇലാബറേറ്റഡ് ആയി പോകും. നമ്മൾ ഓൾറെഡി പ്രൈമസി ഓഫ് പീറ്റർ വളരെ വിശദമായിട്ട് പല ലൈവുകളിലൂടെ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാനതിനെ അഡ്രസ് ചെയ്യുന്നില്ല. ഇദ്ദേഹം പറയുന്നത് ഹിസ്റ്റോറിക്കലി എന്ന് പറഞ്ഞാൽ ഏത് ഹിസ്റ്ററിയാണ്? ദർ ഇസ് നോ സച്ച് ഹിസ്റ്ററി എക്സിസ്റ്റ്. അപ്പൊ അത് ഹിസ്റ്റോറിക്കലി അല്ല, അത് റീസെന്റ് ആയിട്ട് നിങ്ങൾ പറഞ്ഞു വരുത്തുന്ന ഒരു കാര്യമാണ്. പുരാതനമായിട്ട് അങ്ങനെ ഒരു വിശ്വാസമോ അങ്ങനെ ഒരു ധാരണയോ മലങ്കരയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 1974 ശേഷം രൂപപ്പെടുത്തിയെടുത്ത ഒരു ബോധമാണ്. ആ ബോധം ആർക്കാണുള്ളത്? ഈ കഞ്ഞിക്കുഴി കേന്ദ്രീകരിച്ചുള്ള ഈ ഒരു വിഭാഗത്തിന്റെ അകത്തുള്ള ആളുകൾക്ക് അവരുടെ സൺഡേ സ്കൂൾ പഠനങ്ങളിലൂടെയും യൂത്ത് ക്യാമ്പുകളിലൂടെയും പ്രചരിപ്പിച്ച് അവരുടെ ബോധതലങ്ങളിൽ സന്നിവേശിപ്പിച്ച ഒരാശയം എന്ന് മാത്രമേ ഉള്ളൂ. പരിശുദ്ധ പത്രോസ് ശ്ലീഹായുടെ ശ്ലൈഹിക സിംഹാസനത്തിന് കീഴിലാണ് മലങ്കര ഇടവക എക്കാലത്തും പരിലസിച്ചിട്ടുള്ളത്. അത് അറിയണമെങ്കിൽ നിങ്ങൾ സഭാബാസുരൻ എന്ന വിശേഷണ നാമം കൊടുത്തിട്ടുള്ള, നിങ്ങൾ വിശുദ്ധനായി പ്രഖ്യാപിച്ചിട്ടുള്ള മലങ്കര ഓർത്തഡോക്സ് സഭാവിഭാഗം എന്ന ഒരു സ്വതന്ത്ര സഭാവിഭാഗത്തെ പറ്റി ആദ്യമായി ദർശനം കണ്ട, സ്വപ്നം കണ്ട വട്ടശ്ശേരിൽ ദീവന്നാസിയോസ് മെത്രാന്റെ കൈക്കുറ്റപ്പാടായ ഒരു പുസ്തകം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആ പുസ്തകം മതോപദേശ സാരങ്ങൾ എന്ന പുസ്തകമാണ്. സമയം കിട്ടുമ്പോൾ ആ പൊത്തമ്പുറത്ത് നല്ല ഇളങ്കാറ്റൊക്കെ ഉണ്ട്, നല്ല രസമാണ് പൊത്തമ്പുറത്ത് ഇരിക്കാൻ. അപ്പോ പൊത്തമ്പുറത്ത് ആ മുറ്റത്തൊരു കസേരയൊക്കെ ഇട്ട് ദിയസ്കൊറോസ് തിരുമേനി ശാന്തനായി മതോപദേശ സാരം വായിക്കുക. അതിനകത്ത് വട്ടശ്ശേരിൽ ഗീവറിയസ് ദീവന്നാസിയോസ് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്, പൗരോഹിത്യത്തിന്റെ ഉറവിടം പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനമാണ്. 1934 വരെ മാർത്തോമ ശ്ലീഹായൊക്കെയുടെ സിംഹാസനം ഉണ്ടെന്നുള്ള ഒരു ധാരണ ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവാണിത്. മിനിമം 1934 വരെയെങ്കിലും അങ്ങനെ ഒരു സിംഹാസനം ഇല്ലായിരുന്നു. അതുകൊണ്ട് അത് മാത്രം ഇപ്പൊ പറയുന്നുള്ളൂ. ബാക്കി ആവശ്യം വന്നാൽ നമുക്ക് അടുത്ത സെഷനുകളിൽ വളരെ വിശദമായിട്ട് ഈ ഇദ്ദേഹത്തിന്റെ ഈ വാദങ്ങളെ പരിശോധിക്കുകയോ അതിനെ നമുക്ക് ഡിസെക്ട് ചെയ്ത് നിൽക്കുന്നതാണ്. ഒരു സഭയുടെ ശ്ലൈഹികത ഞാൻ സംസാരിക്കുന്ന ഒരു രീതിയിലാണ്, കേട്ടാണ്. അത് മുമ്പ് പണ്ടൊരാൾ വന്ന് എന്നെ ഒരു ഇന്റർവ്യൂ എടുത്ത ഒരു ഇന്റർവ്യൂവിന്റെ ഭാഗമാണ്. ആ ഇന്റർവ്യൂവിൽ എന്നോട് ഈ ചോദ്യം ഇങ്ങനെ ചോദിച്ചു. അപ്പൊ ഞാൻ വളരെ സരസമായിട്ടൊരു മറുപടി കൊടുത്തു. ആണെങ്കിൽ റോമിലും അന്ത്യോക്യയിലും മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഞാൻ ഒന്നുകൂടെ പറയുന്നുണ്ട്, റോമിലും ഉണ്ടെന്ന് പറയാൻ ഒക്കുന്നില്ല. കാരണം പത്രോസ് റോമായി പോയെന്ന് വലിയ രേഖകളൊന്നും ഇല്ല, അവിടെ കബറോടെ ഉണ്ടെന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഇദ്ദേഹം ഈ പത്രോസ് ശ്ലീഹ റോമിൽ പോയെന്നുള്ളതിന് തെളിവില്ല. യൂസേബിയോസിന്റെ എക്ലീഷ്യാസ്റ്റിക്കൽ ഹിസ്റ്ററിയില് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ദിയസ്കൊറോസ് തിരുമേനി എന്തടിസ്ഥാനത്തിലാണ് തെളിവില്ലെന്ന് പറയുന്നത് ഇന്നാളും പറഞ്ഞു, ഇപ്പോഴും പറഞ്ഞു. അതുകൊണ്ട് ദിയസ്കൊറോസ് തിരുമേനി അത്യാവശ്യം യൂസേബിയോസിന്റെ എക്ലീഷ്യാസ്റ്റിക്കൽ ഹിസ്റ്ററിയാണ് ഇസ് വൈഡ്ലി known as the authentic church history and it is also widely acceptable. അപ്പോ തിരുമേനിയോട് എനിക്ക് പറയാനുള്ളത്, ദിസ് ഈസ് മൈ ഹംബിൾ റിക്വസ്റ്റ് ടു യു, കൈൻഡ്ലി ഗോ ത്രൂ ദോസ് പേജസ്. അപ്പൊ തിരുമേനി ആവുന്ന ചെയ്യണം, അത് വായിക്കണം. പത്രോസ് ശ്ലീഹ റോമിൽ പോയിട്ടുണ്ടെന്ന് തെളിവില്ലെന്ന് കുറെ നാളായി ഇങ്ങനെ പറഞ്ഞു നടക്കുന്നു. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ തിരുമേനി നമുക്ക് നാണക്കേടാണ്. ഇത് പുറത്താരേലും കേട്ട് കഴിഞ്ഞാൽ തിരുമേനിക്ക് വിവരമില്ലെന്ന് തെറ്റിദ്ധരിക്കും. അതുകൊണ്ട് തിരുമേനി ഇത് വായിക്കണം, നമ്മൾ അറിഞ്ഞാൽ മതി. കാരണം ഇത് കോട്ടയം ഭദ്രാസനത്തിന്റെ
തിരുമേനി ആയതുകൊണ്ട് ഞങ്ങളുടെ അയൽപക്കത്തുള്ളതാണ്, ഞങ്ങളുടെ സ്വന്തം ആളായതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. അന്ത്യോക്യയിൽ പോയത് മാത്രമേ വിശുദ്ധ വേദപുസ്തകത്തിൽ കാണുന്നുള്ളൂ എന്നും കൂടി ഞാൻ പറഞ്ഞു. അതുകൊണ്ട് ഈ റോമിലും അന്ത്യോക്യയിലും മാത്രമേ പൗരോഹിത്യം ഉള്ളൂ, വേറൊരിടത്തും ഇല്ല എന്നാണോ ഈ പറയുന്നതാണ് ഞാൻ എൻ്റെ പിന്നാലെ പറയുന്നത്. അത് വളരെ തന്ത്രപരമായിട്ട് അപ്പുറവും ഇപ്പുറവും വെട്ടി മാറ്റിയിട്ട് റോമിലും അന്ത്യോക്യയിലും മാത്രമേ പൗരോഹിത്യം ഉള്ളൂ എന്ന് പറയുന്ന ഒരു റീൽ ഇപ്പം ഞാൻ ഓടുന്നുണ്ട്. അത് കുറച്ച് നാളായിട്ട് ഓടുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീണ്ടും എടുത്തിരും. 2-3 വർഷത്തിന് മുമ്പ് ഞാൻ പറഞ്ഞ ഒരു കാര്യമാണ്. പക്ഷെ അത് വളരെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ടാലേ അത് മനസ്സിലാവത്തുള്ളൂ. ഈ ഇപ്പോഴത്തെ ഈ സോഷ്യൽ മീഡിയക്കാരുടെ വടക്കുതിരിയോ വടക്കേടെ അതിനൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ളവരാണ് ചെയ്ത് പണിയായത്. അതായത് ഞാൻ പറഞ്ഞത് റോമിലും പിന്നെ അന്ത്യോക്യയിലും മാത്രമേ പൗരോഹിത്യം ഉള്ളൂ, ശ്ലൈഹ്യത ഉള്ളൂ എന്നൊക്കെ ഞാൻ പറഞ്ഞു, സിംഹാസനം ഉള്ളൂ എന്നൊക്കെ ഞാൻ പറഞ്ഞതായിട്ട് വളരെ വ്യാഖ്യാനമാണ് ഓടിപ്പോകുന്നത്. അത് നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ഇപ്പൊ ഞാൻ ഇപ്പൊ അച്ഛനോട് പറയുന്ന ഇന്റർവ്യൂ നാളെ അതിന്റെ അപ്പുറം ഇപ്പുറമൊക്കെ ചില കാര്യങ്ങൾ എടുത്തിട്ട് ഞാൻ അത് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് നമ്മൾ സഹിക്കാനേ ഒക്കുള്ളൂ. കാരണം ഇവിടെ അങ്ങനെയുള്ളവർ അങ്ങനെയൊന്നും ഞങ്ങൾ ചെയ്തില്ല. അതിനകത്ത് ഇത് മുഴുവൻ കാണിച്ചുകൊണ്ടിരിക്കുന്നു. മനസ്സിലായി? ഇനി നാളെ അങ്ങനെ പറയരുത്, നാളെ കള്ളം പറയരുത്, അല്ലെങ്കിൽ പിന്നെ മെട്രാച്ചൻ കള്ളം പറഞ്ഞാന്ന് ആരെങ്കിലും പറയും. അതുകൊണ്ട് നമ്മൾ മുഴുവൻ പറയുകയാണ്. ഇപ്പൊ തിരുമേനി ഈ പറഞ്ഞത് പുരാതന സിംഹാസനങ്ങൾ 3 അന്ത്യോക്യ, അലക്സാണ്ട്രിയ, റോം. ഈ 3 അല്ലാതെ മറ്റൊരു സിംഹാസനമില്ല നിക്കിയ സുന്നോദോസ് നടക്കുന്ന കാലത്ത്. പിന്നീടെല്ലാം അതിനോട് ബന്ധപ്പെട്ടും അതിന്റെ കീഴിലും വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് പുരാതന സിംഹാസനങ്ങളിൽ ഏതെങ്കിലും ഒന്നിനോട് ബന്ധമില്ലെങ്കിൽ അത് ഓതന്റിക് ചർച്ച അല്ല. അത് തിരുമേനി മനസ്സിലാക്കണം. അന്ത്യോക്യ, അലക്സാണ്ട്രിയ, റോം ഇത് 3 പത്രോസിന്റെ ശ്ലൈഹിക നൽവരത്തിലുള്ളതാണ്. അന്ത്യോക്യയിലെ സിംഹാസനം പത്രോസ് ശ്ലീഹയുടേതാണ്, റോമിലെ സിംഹാസനം പത്രോസ് ശ്ലീഹയുടേതാണ്. അലക്സാണ്ട്രിയയിലെ സിംഹാസനം മർക്കോസിന്റെ സിംഹാസനം എന്നാണ് അറിയപ്പെടുന്നത്. ഇറ്റ്സ് നെയിം ആഫ്റ്റർ മാർക്ക്. ബട്ട് മർക്കോസ് ആരാണ്? മർക്കോസ് ഒരു അപ്പോസ്തലനല്ല. മർക്കോസ് പത്രോസ് ശ്ലീഹയുടെ ശിഷ്യനാണ്, മകൻ എന്ന് വിളിക്കപ്പെട്ട ശിഷ്യനാണ്. എന്ന് പറഞ്ഞാൽ അത്ര നിജപുത്രനായ തിമോത്തിയോസ് എന്ന് പൗലോസ് ശ്ലീഹായ്ക്ക് തിമോത്തിയോസും തീത്തോസും എങ്ങനെയായിരുന്നോ അങ്ങനെ തന്റെ വത്സല ശിഷ്യനായിരുന്നു ഈ മർക്കോസ്. അത് തന്നെയല്ല, അലക്സാണ്ട്രിയയിൽ ഇരുന്നിട്ടാണ് പത്രോസ് ശ്ലീഹ ഈ ലേഖനം എഴുതുന്നത് പോലും. അപ്പോ പത്രോസ് ശ്ലീഹ അവിടെ സന്ദർശിച്ചിട്ടുണ്ട്. തന്റെ മകൻ എന്ന് വിളിക്കപ്പെട്ട ശിഷ്യനായിരിക്കുന്ന മർക്കോസിന്റെ പേര് ആ സിംഹാസനത്തിന് നൽകപ്പെട്ടെന്നേ ഉള്ളൂ. ആക്ച്വലി അലക്സാണ്ട്രിയൻ സഭയുടെയും പൗരോഹിത്യ നൽവരം പത്രോസ് ശ്ലീഹയുടെ തന്നെയാണ്. അതുകൊണ്ട് ഈ 3 സിംഹാസനങ്ങളിലൂടെയും വർഷിക്കപ്പെടുന്ന, അഭംഗുരമായി ഒഴുകപ്പെടുന്ന ആ പൗരോഹിത്യ ചൈതന്യം പത്രോസ് ശ്ലീഹായ്ക്ക് നമ്മുടെ കർത്താവായ ഈശോ മിശിഹ കൊടുത്ത കൊഹനൂസോയിൽ നിന്ന് തന്നെയുള്ളതാണ്. അതുകൊണ്ട് ആ സിംഹാസനങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിട്ട് പിന്നീട് റോമൻ സിംഹാസനത്തിന്റെ ഒരു പ്രതിബിംബമായിട്ടാണ് കോൺസ്റ്റാന്റിനോപ്പിൾ സിംഹാസനം വരുന്നത്. അങ്ങനെയാണ് ബാറബ്രായുടെ കാലത്ത് വരുമ്പോൾ 4 സിംഹാസനങ്ങൾ അദ്ദേഹം എഴുതിയത്. ആക്ച്വലി 3 സിംഹാസനങ്ങളാണ്. ഈ റോമൻ സിംഹാസനത്തിന്റെ തന്നെ ഒരു പ്രതിബിംബമായിട്ട് നമ്മൾ കോൺസ്റ്റാന്റിനോപ്പിൾ സിംഹാസനത്തെ കണ്ടാൽ മതി. ഈ 3 സിംഹാസനങ്ങൾ ഇതെല്ലാം പത്രോസ് ശ്ലീഹയുടെ ശ്ലൈഹിക നൽവരമാണ്, പൗരോഹിത്യ പിന്തുടർച്ചയാണ്. അപ്പം തിരുമേനിയുടെ ആ സംശയം അങ്ങ് തീർക്കണം. ഇതാണ് ഒറിജിനൽ പുരാതനമായ ആധികാരികമായ ക്രിസ്തീയ വിശ്വാസവും ക്രിസ്തീയ സഭയുടെ സ്ട്രക്ചറും അങ്ങനെയാണ്.